എബവ് എന്ന് വെച്ചാൽ മുകളിൽ. എബവിനെ നമ്മൾ അഡ്വർബായിട്ടും അഡ്ജക്റ്റീവ് ആയിട്ടും പ്രൊപ്പസിഷൻ ആയിട്ടും നൗൺ ആയിട്ടും ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ നോക്കാം. എ ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ എബവ്. ഒരു ചോദ്യം മുകളിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ എബവ് എന്നുള്ളത് അഡ്വേർബ് ആണ്. എന്തുകൊണ്ട്? ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ക്രിയയായ ഗിവണിനെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്നു. അഡ്വേർബ് എന്ന് വെച്ചാൽ ക്രിയാവിശേഷണമാണ്. സോ എ ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ എബവ്. മുകളിൽ കൊടുത്തിരിക്കുന്നു. കൊടുത്തിരിക്കുന്നു പറഞ്ഞ ക്രിയയെ വിശേഷിപ്പിക്കുന്നു. എബവ് മുകളിൽ കൊടുത്തിരിക്കുന്നു. സോ ഇവിടെ എബവ് എന്നുള്ളത് അഡ്വേർബ് ആണ്. നെക്സ്റ്റ് അഡ്ജക്റ്റീവ്. ദ എബവ് ക്വസ്റ്റ്യൻ ഹാസ് 2 ആൻസേഴ്സ്. മുകളിലത്തെ ചോദ്യത്തിന് 2 ഉത്തരങ്ങളുണ്ട്. അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? നാമവിശേഷണമാണ്. ഏതെങ്കിലും നൗണിനെയോ പ്രോനൗണിനെയോ വിശേഷിപ്പിക്കുന്ന പദമാണ് അഡ്ജക്റ്റീവ്. ഇവിടെ ക്വസ്റ്റ്യൻ എന്നുള്ളത് നൗൺ ആണ് അല്ലെങ്കിൽ നാമമാണ്. ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് എബവ് എന്ന വാക്കുപയോഗിച്ചാണ്, അതായത് മുകളിലത്തെ ചോദ്യം. സോ ഇവിടെ എബവ് എന്നുള്ളത് അഡ്ജക്റ്റീവ് ആയിട്ട് മാറുന്നു. നെക്സ്റ്റ് പ്രൊപ്പസിഷൻ. ദ സ്കൈ ഈസ് എബവ് അവർ ഹെഡ്. ആകാശം നമ്മുടെ തലയ്ക്ക് മീതെയാണ്. പ്രൊപ്പസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ മറ്റൊരു പദവുമായുള്ള ബന്ധം കാണിക്കുന്ന പദമാണ് പ്രൊപ്പസിഷൻ. ഇവിടെ ദ സ്കൈ ഈസ് അവർ ഹെഡ് എന്ന് പറയത്തില്ല. എന്ന് വെച്ചാൽ ആകാശം നമ്മുടെ തലയാണ് അല്ല. സോ ഇവിടെ ഈ 2 വാക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എബവ് ചേർത്ത്. ഓക്കെ, സോ ദ സ്കൈ ഈസ് എബവ് അവർ ഹെഡ്. ആകാശം നമ്മുടെ തലയ്ക്ക് മീതെയാണ്. സോ ദ സ്കൈ ഈസ്, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എബവ് ചേർക്കുമ്പോൾ ആകാശം നമ്മുടെ തലയ്ക്ക് മീതെയാണ്. എബവ് അവർ ഹെഡ് അല്ലെ. ദ സ്കൈ ഈസ് എബവ് അവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ആകാശം നമ്മുടെ തലയ്ക്ക് മീതെയാണെന്നുള്ള അർത്ഥം വരുന്നു. നെക്സ്റ്റ് നൗൺ. നൗൺ എന്ന് വെച്ചാൽ നാമം. ബ്ലെസ്സിങ്സ് വിൽ കം ഫ്രം എബവ്. ഇവിടെ എബവ് എന്നുള്ളത് നാമമായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ അനുഗ്രഹങ്ങൾ ഉയരെ നിന്ന് വരും. ബ്ലെസ്സിങ്സ് വിൽ കം ഫ്രം എബവ്. എബവ് എന്നുള്ളത് ഇവിടെ നാമമായിട്ട് അല്ലെങ്കിൽ നൗൺ ആയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ.